കോൺഗ്രസുകാരുടെ കയ്യിലിരിപ്പിന്റെ ഫലമാണ് റാന്നിയിലെ തുടർച്ചയായ തോൽവികളെന്ന് കെപിസിസി സെക്രട്ടറി റിങ്കു ചെറിയാൻ. പരസ്പരം തോൽപ്പിക്കുന്നവരെന്ന ചീത്തപ്പേര് മാറ്റണമെന്നും ഇത്തവണ മണ്ഡലത്തിൽ ജയിക്കാനുള്ള മാർഗം സ്വീകരിക്കണമെന്നും റിങ്കു ചെറിയാൻ ആവശ്യപ്പെട്ടു. നമ്മൾ റാന്നിയിലെ കോൺഗ്രസുകാർക്ക് ഒരു ചീത്തപ്പേരുണ്ട്. എന്താണ് ആ ചീത്തപ്പേര്? നമ്മൾ പരസ്പരം തോൽപ്പിക്കുന്നവരാണെന്നുള്ള ചീത്തപ്പേര്. കഴിഞ്ഞ 30 വർഷക്കാലമായി നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല. 95-ലെ ശ്രീ MC ചെറിയാന്റെ മരണശേഷം വരുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഓരോ കാരണം പറഞ്ഞ് നമ്മളുടെ കയ്യിലിരിപ്പിന്റെ ഫലമായി നമ്മുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. ഇന്ന് ആ ചീത്തപ്പേര് ഇവിടെ പ്രസംഗിച്ച മുഴുവൻ നേതാക്കന്മാരും അത് സൂചിപ്പിച്ചു. പക്ഷേ നമുക്ക് ആ ചീത്തപ്പേര് മാറ്റണം. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന സാഹചര്യം അത് മാറ്റേണ്ടതുണ്ട് എന്ന് പ്രവർത്തകരോട് പറയുകയായിരുന്നു റിങ്കു ചെറിയാൻ. സ്മൃതി, കഴിഞ്ഞ 6 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF വലിയ പരാജയമാണ് റാന്നി നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ 5 തവണ LDFന്റെ രാജു അബ്രഹാം വിജയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 കേരള കോൺഗ്രസ് എമ്മിനാണ് സീറ്റ് നൽകിയത്. പ്രമോദ് നാരായൺ അവിടെ മത്സരിക്കുന്നു. CPM പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമോദ് നാരായൺ ജയിക്കുന്നു. ഇക്കുറി പ്രമോദ് നാരായൺ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം റാന്നിയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ പ്രസംഗിക്കുകയായിരുന്നു റിങ്കു ചെറിയാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിങ്കു ചെറിയാനാണ് UDF സ്ഥാനാർത്ഥിയായി റാന്നിയിൽ മത്സരിച്ചത്. പ്രമോദ് നാരായണനോട് 1800-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. ഇക്കുറിയും തനിക്ക് മത്സരിക്കാൻ ഒരു അവസരം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ റിങ്കു ചെറിയാൻ ഉണ്ടായിരുന്നു. പക്ഷേ AICC നേതൃത്വം അവിടെ പഴകുളം മധുവിനാണ്, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവിനാണ് സീറ്റ് നൽകിയത്. ഇന്നലെ പഴകുളം മധുവിന്റെ UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനായിരുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം റിങ്കു ചെറിയാൻ നടത്തിയത്. അതായത് ഇപ്രാവശ്യം UDF പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്.